നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ശാന്തവും എന്നാൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്നതുമായ ഒരു വലിയ വിഷയത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ വിഖ്യാതമായ ഒറിജിനൽ ഹിന്ദി സാഹിത്യമായ വിചാരക്രാന്തി ഹി ഏകമാത്രോപചാർ എന്ന മഹത്തായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റെവിടെ നിന്നുമുള്ള കേട്ടുകേൾവികളല്ല, മറിച്ച് ആ അമൂല്യമായ സാഹിത്യത്തിലെ വളരെ ശുദ്ധവും ശക്തവുമായ ആശയങ്ങളിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? വെറുതെ കുറച്ച് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, വംശവർദ്ധനവ് നടത്തുക, ഇത്ര മാത്രമാണോ ജീവിതം? അങ്ങനെയാണെങ്കിൽ നമ്മളും വെറും മൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? മൃഗതുല്യമായ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഉയർന്ന ചിന്തകളാലും കടമകളാലും നയിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ മനുഷ്യബോധമല്ലേ നമ്മൾ ശരിക്കും ലക്ഷ്യമാക്കേണ്ടത്? ഇതിനുള്ള കൃത്യമായ ഉത്തരം ആചാര്യജി നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. മനുഷ്യന്റെ നിലവാരവും ബോധവും പൂർണ്ണമായും അവന്റെ ഉയർന്ന ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ബാഹ്യമായ സൗന്ദര്യമോ നമ്മൾ എത്രത്തോളം സമ്പന്നരാണെന്നതോ ഒന്നുമല്ല നമ്മുടെ മഹത്വം തീരുമാനിക്കുന്നത്. മറിച്ച് നമ്മുടെ ചിന്തകൾ എത്രത്തോളം ഉയർന്നതാണ് എന്നത് മാത്രമാണ് നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് വിചാരണ അഥവാ ചിന്താബോധമെന്ന്? ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ധരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളോ കഴിക്കുന്ന ഭക്ഷണമോ ഒന്നുമല്ല നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി. നമ്മളെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന, നമുക്ക് യഥാർത്ഥ സമാധാനം നൽകുന്ന, അതുപോലെ തന്നെ സമൂഹത്തിന് നമ്മളെ ഉപകാരപ്രദമാക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ ബൗദ്ധികമായ കോമ്പസ് അല്ലെങ്കിൽ ദിശാസൂചി, അതിനെയാണ് യഥാർത്ഥ വിചാരണ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. ആചാര്യജി മതത്തെയും ആത്മീയതയെയും പുനർനിർവചിക്കുന്നത് എങ്ങനെയെന്നോ? അദ്ദേഹം പറയുന്നു, സമൂഹത്തിന്റെ മുഴുവൻ വേദനയും സ്വന്തം വേദനയായി മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. അതായത് വെറും പൂജാമുറിയിലെ കർമ്മങ്ങൾക്കപ്പുറം സ്വന്തം അതിരുകൾ ഭേദിച്ച് സമൂഹം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വിശാലമായ ബോധമാണ് യഥാർത്ഥ ആത്മീയതയെന്ന് നാം മനസ്സിലാക്കണം. ഒന്നാം ഭാഗം, ബുദ്ധിയുടെ പതനം, ബൗദ്ധിക അടിമത്തത്തിന്റെ വേരുകൾ തേടി. ശരി, അങ്ങനെയെങ്കിൽ ഈ ഉയർന്ന ചിന്താഗതികൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ചിന്താശേഷി എങ്ങനെയാണ് ഇല്ലാതാക്കപ്പെട്ടത് എന്നതിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. മനുഷ്യന്റെ ബുദ്ധിക്ക് എങ്ങനെയാണ് ഈ വലിയ പതനം സംഭവിച്ചത്? ചരിത്രത്തിൽ സമൂഹത്തെ അടിച്ചമർത്തിയ പ്രധാനപ്പെട്ട രണ്ട് വലിയ ശക്തികളുണ്ട്: പാണ്ഡാവാദവും സാമന്തവാദവും. മതത്തിന്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളും ഭയവും ഒരു വശത്ത്, മറുവശത്ത് ജന്മിത്വത്തിന്റെ പേരിലുള്ള അതിക്രൂരമായ ചൂഷണങ്ങൾ. ഇവ രണ്ടും കൂടി സാധാരണക്കാരന്റെ വിമർശനാത്മകമായ ചിന്തകളെ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള കഴിവിനെ അപ്പാടെ തകർത്തുകളഞ്ഞു. ജനങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനും ചൂഷണം ചെയ്യാനും വേണ്ടിയായിരുന്നു ഇത്. ഈ ചരിത്രം പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഈ വാക്കുകൾ നമ്മളെപ്പോഴും ഓർക്കണം. രാഷ്ട്രീയ അടിമത്തം അവസാനിച്ചിരിക്കാം, എന്നാൽ ബൗദ്ധിക അടിമത്തം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. സത്യമല്ലേ ഇത്? നൂറ്റാണ്ടുകളോളം വിദേശികൾക്ക് നമ്മളെ ഭരിക്കാൻ കഴിഞ്ഞതു തന്നെ നമ്മുടെ ബൗദ്ധികമായ കരുത്ത് നേരത്തെ തന്നെ തകർക്കപ്പെട്ടിരുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ ചിന്തകൾ എത്രത്തോളം തരം താഴ്ന്നു പോയി എന്നതിന് രസകരമായൊരുദാഹരണം ഞാൻ പറയാം. ഒന്നാലോചിച്ചു നോക്കൂ. കുലദേവതയുടെ കോപമുണ്ടാകും എന്ന യുക്തിരഹിതമായ ഭയം കാരണം വെറുമൊരു സാധാരണ മുടിമുറിക്കൽ ചടങ്ങിനായി ആളുകൾ ആയിരക്കണക്കിന് രൂപ ചിലവാക്കി 2000 മൈലുകൾ വരെ യാത്ര ചെയ്യുന്നു. യഥാർത്ഥ ഭക്തിയല്ല ഇത്, മറിച്ച് അന്ധമായ ഭയത്തിൽ നിന്നുണ്ടാകുന്ന വലിയൊരു മണ്ടത്തരം മാത്രമാണ്. ഇനി ജ്യോതിഷത്തിന്റെ കാര്യം കൂടി നോക്കാം. നമ്മുടെ പരാജയങ്ങൾക്ക് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ചൊവ്വയെയും രാഹുവിനെയും ചന്ദ്രനെയുമൊക്കെ. ചന്ദ്രനെ നമ്മുടെ പിന്നാലെ നടക്കുകയല്ലാതെ വേറെ പണിയില്ലേന്ന് തോന്നിപ്പോകും ചിലപ്പോൾ. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനു പകരം, കൂടുതൽ പരിശ്രമിക്കുന്നതിനു പകരം നമ്മൾ ആകാശത്തുള്ള ഗ്രഹങ്ങളെ പേടിച്ചു ജീവിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിയുടെയും ഊർജ്ജത്തിന്റെയും എന്തു വലിയൊരു പാഴാക്കലാണത്. അതുകൊണ്ടുതന്നെ ആചാര്യജി നൽകുന്ന വളരെ മൂർച്ചയുള്ള ഈ വാക്കുകൾ കേൾക്കുക. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും അവന്റെ തന്നെ മണ്ടത്തരത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. അതെ, കൃത്യമായ വിവേകമില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണെങ്കിൽ കൂടി ആ സമ്പത്ത് നിങ്ങൾക്ക് ദുരിതം മാത്രമേ സമ്മാനിക്കൂ എന്നാണിത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാം ഭാഗം, ചിന്താവിപ്ലവം, ആത്മീയ ഉണർവിന് തുടക്കം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ വലിയ നിരാശ തോന്നുന്നുണ്ടാകുമല്ലേ?
എന്നാൽ വിഷമിക്കേണ്ട, ഇതിനൊരു അതിഗംഭീരമായ പരിഹാരമുണ്ട്. ആ ഇരുട്ടിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പോന്ന ആത്മീയമായ ഒരു വലിയ ഉണർവ്, അതിനെയാണ് ചിന്താവിപ്ലവം എന്ന് വിളിക്കുന്നത്. വളരെ മനോഹരമായൊരു രൂപകം ഇവിടെ പറയുന്നുണ്ട്. പരശുരാമൻ തലവെട്ടുന്നത് അർത്ഥമാക്കുന്നത് ദുർബുദ്ധിയെ ചികിത്സിക്കുക എന്നാണ്. ദൈവികമായ ഇടപെടൽ എന്നു പറഞ്ഞാൽ വാളെടുത്ത് ശാരീരികമായി വെട്ടുക എന്നല്ല അർത്ഥം സുഹൃത്തുക്കളെ, മറിച്ച് നമ്മുടെ ഉള്ളിലെ വിഷലിപ്തമായ തരം താഴ്ന്ന ചിന്താഗതികളെ പൂർണ്ണമായും വെട്ടിമാറ്റി പുതിയൊരു ഉണർവ് കൊണ്ടുവരിക എന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥ വിവേകം അഥവാ സമജ്ധാരി? സ്കൂളിൽ പോയി കണക്കും സയൻസും ഭൂമിശാസ്ത്രവും പഠിച്ച് പാസ്സാകുന്നതാടോ? ഒരിക്കലുമില്ല. ജീവിതത്തിലെ സങ്കീർണതകളെ നേരിടാനും നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള വലിയൊരു ജ്ഞാനം നേടുക എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇവിടെയാണ് ആചാര്യജി ആ വലിയ സത്യം തുറന്നു പറയുന്നത്. സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന എല്ലാ വൈകല്യങ്ങൾക്കും ഒരേ ഒരു കാരണം മനുഷ്യന്റെ തെറ്റായ ചിന്താഗതിയാണ്. നോക്കൂ, ആളുകളുടെ ചിന്താരീതിയൊന്ന് മാറ്റിനോക്കൂ. അപ്പോൾ കാണാം ഈ ലോകത്തെ 99% പ്രശ്നങ്ങളും താനേ ഇല്ലാതാകുന്നത്. മൂന്നാം ഭാഗം, ജ്ഞാനയജ്ഞം, ആധുനിക കാലത്തേക്കുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ. ശരി, വലിയ വലിയ തത്വചിന്തകൾ നമ്മൾ കേട്ടു. ഇനി ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാമെന്ന് നോക്കാം. വെറും ആശയങ്ങൾക്കപ്പുറം നിലത്തിറങ്ങിയുള്ള ചില ആക്ഷൻ പ്ലാനുകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതാണ് ജ്ഞാനയജ്ഞം. വളരെ സിമ്പിളായ കാര്യങ്ങളാണ് ആചാര്യജി നിർദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ദിവസവും കൃത്യം 1 മണിക്കൂർ ഉത്തമമായ സാഹിത്യങ്ങൾ വായിക്കാൻ മാറ്റിവെക്കുക. രണ്ടാമതായി, നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് 1 രൂപയെങ്കിലും ആവട്ടെ, അതിനായി ദാനം ചെയ്യുക. മൂന്നാമതായി, നിങ്ങൾ നേടിയ ഈ അറിവ് ഉൾക്കൊള്ളുകയും മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുക. എത്ര എളുപ്പമാണല്ലേ ഈ വലിയ യജ്ഞത്തിൽ പങ്കാളിയാകാൻ? ഈ പറയുന്ന കാര്യം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കാറുള്ള ഒന്നാണ്. ഭൗതിക ആഹാരത്തിനായി ഒരു ജ്ഞാന അടുക്കള ഇല്ലാത്ത വീട് പ്രേതങ്ങളുടെ വീടാണെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയം തോന്നാം. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം പാകം ചെയ്യാൻ വീട്ടിലൊരു അടുക്കളയുള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കാൻ ഉയർന്ന ചിന്തകളുള്ള ഒരു ലൈബ്രറി അഥവാ ജ്ഞാന അടുക്കള വീട്ടിൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് വീട്ടിലൊരു ചെറിയ ലൈബ്രറി ഉണ്ടാക്കുക എന്നത് വെറും ഒരു ഹോബിയല്ല എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ മനസ്സിനും ആത്മാവിനും വേണ്ടിയുള്ള ഒരു വലിയ ആത്മീയ സംരക്ഷണ കവചമാണ്. നമ്മളെ വഴിതെറ്റിക്കുന്ന വിലകുറഞ്ഞ സാഹിത്യങ്ങളെ മാറ്റി കുട്ടികളിലും മുതിർന്നവരിലും വലിയൊരു ബൗദ്ധികമായ അന്വേഷണമുണർത്താൻ ഇതിലൂടെ സാധിക്കും. നാലാം ഭാഗം, നടക്കുന്ന ലൈബ്രറി ഉറങ്ങിക്കിടക്കുന്ന വിശപ്പുണർത്തുന്നു. ചിന്താവിപ്ലവത്തിന്റെ അവസാനത്തെയും ഏറ്റവും ആക്റ്റീവായതുമായൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അറിവ് എന്ന് പറയുന്നത് വെറുതെ ബുക്കുകളിൽ ഒതുക്കിവെക്കാനുള്ളതല്ല, അത് ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഇതിനായി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് സഞ്ചരിക്കുന്ന ലൈബ്രറി അഥവാ ജ്വാലാ പുസ്തകാലയം. നിങ്ങൾ ദിവസവും ഓഫീസിൽ പോകുന്നവരാകാം, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്നവരാകാം. നിങ്ങളുടെ കയ്യിലെ ബാഗിൽ 5 മുതൽ 25 വരെ ഉത്തമമായ പുസ്തകങ്ങൾ കരുതുക. ട്രെയിനിലോ ഓഫീസിലോ കുടുംബസംഗമങ്ങളിലോ ഒക്കെ വെച്ച് നിങ്ങൾ കാണുന്നവർക്ക് ഇത് കൊടുക്കുക. അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകും. ഇതൊക്കെ ചെയ്യണോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ഇന്ന് മനുഷ്യന്റെ ജ്ഞാനത്തോടുള്ള വിശപ്പ് മരിച്ചുപോയിരിക്കുന്നു. അതിനെ ഉണർത്തേണ്ടതുണ്ട്. അതേ സുഹൃത്തുക്കളെ, വെറുതെ സമയം കളയുന്ന വിനോദങ്ങൾക്ക് പിന്നാലെ പോകാൻ ആളുകൾക്ക് വലിയ താൽപ്പര്യമാണ്. അതുകൊണ്ട് സത്യമറിയാനുള്ള അവരുടെ ആ പഴയ വിശപ്പുണർത്താൻ നമ്മൾ തന്നെ സജീവമായി മുൻകൈയെടുക്കണം. ഇനി വായിക്കാൻ തീരെ സമയമില്ലാത്തവരോ അതല്ലെങ്കിൽ വായിക്കാൻ അറിയാത്തവരോ ആണെങ്കിലോ അവരെയും നമ്മൾ മാറ്റി നിർത്തരുത്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ കാരുണ്യം കാണിക്കേണ്ടത്. അവർക്കായി നിങ്ങളുടെ ദിവസത്തിൽ നിന്ന് ഒരു 10 മിനിറ്റ് മാറ്റിവെച്ച് നല്ല ലഘുലേഖകൾ അവർക്ക് ഉറക്കെ വായിച്ചു കേൾപ്പിക്കുക. അങ്ങനെ എവിടെയും ഉയർന്ന ചിന്തകളുടെ വിത്തുകൾ പാകാൻ ഒരു യഥാർത്ഥ ദൂതനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഈ വാക്കുകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ജ്ഞാനയജ്ഞമെന്നത് ലോകത്തിന്റെ കല്യാണത്തിനായുള്ള നമ്മുടെ അന്തിമയജ്ഞമാണ്. ഇത് വെറുമൊരു കാര്യമല്ല, മറിച്ചും മനുഷ്യരാശിയെ അവരുടെ തന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള 1000 മടങ്ങ് ശക്തമായ ഒരു ആത്മീയ സംരംഭമാണിത്. ഒടുവിൽ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നിങ്ങൾ ഇനിയും ആ പഴയ തരംതാണ ചിന്തകളുടെ തടവുകാരനായി തന്നെ തുടരുമോ? അതോ നിങ്ങളുടെയും ഈ ലോകത്തിന്റെയും ഉന്നമനത്തിനായി ആ വലിയ ചിന്താവിപ്ലവത്തിന് ഇന്നു മുതൽ തിരികൊഴുത്തുമോ?
തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഈ വിശകലനത്തിനൊപ്പം ചേർന്നതിന് നന്ദി.